ഹായ് ഗൈസ്, യാത്രകളേറെ ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സീനിസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. മച്ചാവരെ, നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിലെ വട്ടവടയിലാണ്. മൂന്നാറിൽ നമ്മൾ ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഏറ്റവും കൂടുതൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി സ്പോട്ടാണ് വട്ടവട. വട്ടവടയെ പറ്റി പറയുകയാണെങ്കിൽ വട്ടവട ഒരു കാർഷിക ഗ്രാമമാണ്. കേരളത്തിന്റെ ഒരു ഫ്രൂട്ട്സ് ഗ്രാമം എന്നൊക്കെ പറയാം വട്ടവട വില്ലേജ്. നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന സ്ട്രോബെറിയാണ് വട്ടവടയിലെ പ്രധാന കൃഷി. മൂന്നാർ ടൗണിൽ നിന്നും ഏകദേശം 43 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് വട്ടവട വില്ലേജിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക. വട്ടവട ചെക്ക് പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളെവിടെയാണ് സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. സ്റ്റേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് 6 മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മൾ ചെക്ക് പോസ്റ്റ് കടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചെക്ക് പോസ്റ്റിൽ തന്നെ നമ്മളുടെ ഡീറ്റെയിൽസ്, നമ്മളെവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്നൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളവിടെ കൊടുക്കേണ്ടതാണ്. വട്ടവടയിലെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും നല്ല ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് യാത്ര ചെയ്യുക. പോകുന്ന വഴിക്കൊന്നും നമ്മൾ വണ്ടിയിൽ നിർത്തി വണ്ടിയിൽ നിന്നും ഇറങ്ങരുതെന്ന് ഫോറസ്റ്റ് ഗാർഡ് നമ്മളോട് പ്രത്യേകം പറയും. അപ്പോൾ അതെല്ലാവരും അനുസരിക്കുക. കാരണം അത്യാവശ്യം നല്ല ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് പിന്നെ കുറേ ദൂരം നമ്മൾ യാത്ര ചെയ്യാനായിട്ടുള്ളത്. മറ്റൊരു പ്രധാന കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, മൂന്നാറിൽ നിന്നും പെട്രോൾ പരമാവധി ഫില്ല് ചെയ്തതിന് ശേഷം മാത്രം വട്ടവടയിലേക്ക് യാത്ര ആരംഭിക്കുക. കാരണം വട്ടവടയിൽ നമുക്ക് പെട്രോൾ പമ്പൊന്നും ലഭ്യമല്ല. അപ്പോൾ മൂന്നാറിൽ നിന്നും പെട്രോൾ അടിച്ച് ഫുള്ളാക്കിയതിന് ശേഷം മാത്രം വട്ടവടയിലേക്ക് യാത്ര ആരംഭിക്കുക. തിരിച്ച് മൂന്നാറിലെത്തിയതിന് ശേഷം മാത്രമാണ് വട്ടവടയിൽ നിന്നും തിരിച്ച് മൂന്നാറിലെത്തിയതിന് ശേഷം മാത്രമാണ് പിന്നെ നമുക്ക് പെട്രോൾ അടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വട്ടവടയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഉള്ളിലോട്ടുള്ള റോഡുകൾ മൊത്തം ഭയങ്കര മോശം അവസ്ഥയിലാണ് കേട്ടോ. കാരണം അവിടുന്ന് അങ്ങോട്ട് നല്ല വലിയ വാഹനങ്ങൾ മാത്രമേ ഓടിച്ച് പോകാനായിട്ട് സാധിക്കുള്ളൂ. ചെറിയ കാറിലൊക്കെ വരുന്നവർ ഒരു കാരണവശാലും ഈ റോഡിലൂടെ സഞ്ചരിക്കേണ്ട കാര്യമില്ല. കാരണം അത്രയും മോശം റോഡാണ് ഈ വട്ടവട വില്ലേജിലത്തെ. അവരുടെ വലിയ വലിയ വാഹനങ്ങൾ മാത്രമാണ് അതിലൂടെ സ്മൂത്തായിട്ട് പോവുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഏറ്റവും നല്ലത് ഒരു ചെറിയ ട്രക്കിംഗ് എടുക്കുന്നതായിരിക്കും. ജീപ്പിൽ നമ്മൾ ജീപ്പ് സഫാരി നടത്തുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. വട്ടവട ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ദിവസം വട്ടവടയിൽ സ്റ്റേ ചെയ്യുന്നുണ്ടായി. അപ്പോൾ ചെറിയൊരു ഹോം സ്റ്റേ ആണ്, ഒരു ചെറിയൊരു വീടാണ്. ആ വീടിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും കാണാനായിട്ട് ശ്രമിക്കട്ടോ. നമ്മൾ വട്ടവടയിൽ സ്റ്റേ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അവർ തന്നെ നമുക്കൊരു ചെറിയൊരു ജീപ്പ് അറേഞ്ച് ചെയ്ത് തന്നു, നമുക്ക് ചെറിയൊരു ട്രക്കിംഗ് പോലെ. അപ്പോൾ അതിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ അവിടുന്ന് വട്ടവടയിൽ നിന്ന് മാത്രം കിട്ടുന്ന ഒരു അടിപൊളി ഫ്രാഷൻ ഫ്രൂട്ടാണ്. നല്ലൊരു ടേസ്റ്റാണ്, നല്ല മധുരമുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇത് ഇവിടുന്ന് മാത്രമേ അങ്ങനെ കിട്ടുമെന്ന് തോന്നുള്ളൂ. കാരണം അത്ര നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. നമ്മളങ്ങനെ നമ്മുടെ ജീപ്പിൽ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന ഈ ഒരു ഭാഗമാണ് കേട്ടോ നായാട്ട് ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. നമ്മൾ ആക്ച്വലി ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ട്രക്കിങ്ങിനായിട്ട് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനൊന്നും പറ്റില്ല. കാരണം നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റോഡുകളൊക്കെ ചെറിയ റോഡാണ്. ഒരു വണ്ടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡ് കൊടുക്കാൻ പറ്റില്ല. അത്രയും ചെറിയ ചെറിയ റോഡുകളാണ്. അതുകൊണ്ട് തന്നെ ചില ഏരിയസിലൊന്നും നമുക്ക് എപ്പോഴും പോകാനായിട്ട് സാധിക്കില്ല. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് ആണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ആദിവാസികൾ താമസിക്കുന്നുണ്ട്. ഇവിടുത്തെ ട്രൈബ്സിൻ്റെ ഏരിയ ആണ് ഈ കാണുന്നതൊക്കെ. മെയിനായിട്ടും തട്ട് കൃഷികളാണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് ഒരു അടിപൊളി കിടിലൻ സ്പോട്ടാണ്. ഇത് എല്ലാവരും ഒരുവിധം വട്ടവടയിൽ വന്ന ആളുകളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഈ കാണുന്ന. നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത് ചെറിയൊരു വെള്ളച്ചാട്ടം, അതുപോലെ തന്നെ വലിയ വലിയ പാറകളും ഒരു ചെറിയൊരു ഗുഹ ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. വട്ടവടയിലെ ചിലന്തിയാർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ടൈഗർ കേവ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത്. ശരിക്കും ചെറിയൊരു നല്ലൊരു ഗുഹ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുന്തോറും ഒരുപാട് ഭാഗങ്ങളുണ്ട് കേട്ടോ നമുക്ക് കാണാനായിട്ട്. ചെറിയൊരു പാലമൊക്കെ ഉണ്ട് ഇതുപോലെ. അത് അപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊടൈക്കനാലിലെ ഗുണ കേവ് പോലത്തെ അങ്ങനത്തെ ഒരു ചെറിയൊരു സ്പോട്ടാണ് കേട്ടോ. ഇത് ഗുണ കേവ് അല്ല, അതേപോലെ തന്നെ ഒരു അടിപൊളി സ്പോട്ടാണ്. അങ്ങനത്തെ ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതുപോലെ ഫീൽ ചെയ്യും. കാരണം അതുപോലത്തെ വലിയ പാറകളും അതിൻ്റെ ഇടയിലൂടെ താഴോട്ട് വലിയ പാതാള കുഴികളൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. പക്ഷെ ഇവിടെ വെള്ളച്ചാട്ടമാണ് മെയിനായിട്ട് നല്ല അട്രാക്ഷൻ വരുന്നത്. വെള്ളം ഇപ്പോൾ നിലവിലിപ്പോൾ കുറവാണ്. പക്ഷേ ചില മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ധാരാളം വെള്ളം ഒഴുകി പോകുന്ന കാഴ്ചയായിരിക്കും ഇവിടെ കാണാനായിട്ട് സാധിക്കുക.
നമുക്ക് ഇതിലൂടെയൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു ചെറിയൊരു ഗുഹ പോലെയാണ്. ഇതിലൂടെ നമുക്ക് മുകളിലോട്ട് തന്നെ കയറി വരാം. നമ്മൾ വന്ന ഭാഗത്തേക്ക് തന്നെ എത്തും. നല്ല രസമാണ്, നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. വട്ടവടയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ കാണുന്ന ഈ ഒരു ടൈഗർ കേവ് എന്നറിയപ്പെടുന്ന സ്ഥലം. വട്ടവടയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ട്രക്കിങ്ങിനായിട്ടുള്ള ജീപ്പ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2000 രൂപയാണ് ഒരു ജീപ്പിന് വരുന്നത്. അതിൽ നമ്മൾ ആളുകൾ കൂടുന്നതനുസരിച്ച് നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് നമുക്ക് റേറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. നമ്മൾ 2 പേരുണ്ടായിരുന്നുള്ള ജീപ്പിൽ, പക്ഷെ നമ്മൾ ബാർഗെയിൻ ചെയ്തിട്ട് 2000 എന്നുള്ളത് 1800 രൂപക്ക് നമുക്ക് കിട്ടി. വട്ടവട കേരളത്തിൻ്റെ ഭാഗമാണെങ്കിലും പക്ഷേ ഇവിടുത്തെ ആളുകൾ 90% ആളുകൾ സംസാരിക്കുന്നത് തമിഴ് ഭാഷ തന്നെയാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും പണി ചെയ്യാനായിട്ട് തമിഴ്നാട്ടിലെ ആളുകളെ കൊണ്ടുവന്ന് അങ്ങനെ അവരുടെ തലമുറകളാണ് ഇപ്പോഴും ഇവിടെ താമസിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആശയവിനിമയം നടത്താനൊക്കെ തമിഴ് ഭാഷയാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇവർ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് മാർക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തമിഴ്നാടിനെ തന്നെ ആയിരിക്കും ആശ്രയിക്കാനായിട്ട് സാധ്യതയുള്ളൂ. കാരണം കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ സാധനങ്ങൾക്ക് വില കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവർ തമിഴ്നാട്ടിലായിരിക്കണം സാധനങ്ങൾ കൂടുതലായിട്ടും മേടിക്കാനായിട്ട് പോവുക. അങ്ങനെയാണ് അറിയാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ നമ്മളുടെ യാത്ര വീണ്ടും ഇവിടുന്ന് വേറെ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മുടെ യാത്ര കുറച്ച് വൈകിയതുകൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല കേട്ടോ. ഒരുപാട് സ്ഥലങ്ങൾ വട്ടവടയിൽ കാണാനായിട്ടുണ്ട്. മെയിനായിട്ട് സ്ട്രോബെറിയുടെ ഫാമാണ്, അതുപോലെ തന്നെ ഒരുപാട് തട്ട് കൃഷികളും. അപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ സാധു ജനങ്ങളാണ്. കാരണം പക്ഷേ അവരോട് ചോദിക്കാണ്ട് നമുക്ക് പല സ്ഥലങ്ങളിലും പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല. ഇവിടുത്തെ മറ്റൊരു പ്രധാന ലൊക്കേഷനാണ് കേട്ടോ ഇത്. ശരിക്കും നമുക്ക് അങ്ങോട്ട് ആ ഭാഗത്തേക്കൊക്കെ പോകാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ നേരം വൈകിയതിൻ്റെ ഒരൊറ്റ പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ആ ഭാഗത്തേക്കൊന്നും നമുക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിക്കില്ല. കാരണം അവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. പിന്നെ നേരം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം നമുക്കിനി തിരിച്ചു പോകേണ്ട ഒരു സമയമായി തുടങ്ങി. കാരണം അത്രയും മോശം റോഡാണ്. നമുക്ക് വേറെ വാഹനങ്ങളിലൊന്നും ഇങ്ങോട്ട് ഈ ഭാഗങ്ങളിലേക്കൊന്നും എത്തിച്ചേരാനായിട്ട് സാധിക്കില്ല. നല്ല രസമുള്ള കാഴ്ചകളാണ്. കുറച്ചും കൂടി ഒരു മഴക്കാലത്തൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗങ്ങളും നല്ല പച്ചപ്പിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മാത്രമല്ല ചെറിയൊരു മഞ്ഞും അതുപോലെ നല്ല തണവ്. ഇപ്പോഴും ഓൾറെഡി നല്ല തണവാണ്, പക്ഷേ എന്നാലും ആ ഒരു സാഹചര്യങ്ങളിലായിരിക്കും കുറച്ചുകൂടി നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കാം. പല സ്ഥലങ്ങളിലും ഇതുപോലത്തെ സ്ട്രോബെറി ഫാം നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ അത്. സ്ട്രോബെറികൾ ഇങ്ങനെ പഴുത്ത് നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് പൊട്ടിക്കാനൊന്നും പറ്റില്ല. അവരുടെ അടുത്ത് ചോദിച്ചിട്ട് വേണം, അഥവാ പൊട്ടിക്കുകയാണെങ്കിൽ അവർ പൊട്ടിച്ച് നമുക്ക് തരും. പക്ഷെ നമുക്ക് പൊട്ടിക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ കാണാം, നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ വീഡിയോസിലൊക്കെയാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളത്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല രസമാണ് ഇത് കാണാനായിട്ട്. പല ഏരിയാസിലും ഉണ്ട് കേട്ടോ ഇതുപോലെ സ്ട്രോബെറിയുടെ ഫാം. അധികവും ഇവിടെ സ്ട്രോബെറിയുടെ കൃഷി തന്നെയാണ് കേട്ടോ. നമുക്കങ്ങനെ ഒരു കഷ്ണം മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. സ്ട്രോബെറി എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു രസമാണ് കേട്ടോ. അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അടുത്തത് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ട് മറ്റൊരു ലൊക്കേഷനിൽ വന്നിരിക്കുകയാണ്. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ഏകദേശം നല്ല ഇരുട്ടായി കഴിഞ്ഞു. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ജീപ്പിലെ ഡ്രൈവർ നമ്മളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് കാഴ്ചകൾ കാണിച്ചു തന്നു. ഇപ്പോഴും ഇവിടെ ആളുകളൊക്കെ വന്ന് പോകുന്നുണ്ട്, പക്ഷേ അത്ര സേഫ് അല്ല ഈ സമയത്തൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത്. നമ്മൾ ജസ്റ്റ് കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങോട്ടേക്കൊന്ന് വന്നതാണ്. വന്നപ്പോൾ നല്ല രസമുള്ള കാഴ്ചയാണ്. പക്ഷെ വെള്ളം കുറവാണ്. വെള്ളം നല്ലോണം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മനോഹരമായിട്ട് തന്നെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും കണ്ടിരിക്കേണ്ട വട്ടവടയിൽ പ്രധാനമായിട്ട് കണ്ടിരിക്കേണ്ട മറ്റൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടിരിക്കേണ്ട മറ്റൊരു സ്പോട്ടാണ് ഹണി മ്യൂസിയം. നമുക്ക് ഇതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ധാരാളം ഇഷ്ടപ്പെടും. മാത്രമല്ല ഇവിടെ നല്ല അടിപൊളി ശുദ്ധമായിട്ടുള്ള തേനൊക്കെ നമുക്ക് മേടിക്കാനായിട്ട് സാധിക്കും. ഇങ്ങോട്ടേക്ക് നമുക്ക് എൻട്രി ഫീസൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളെന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല. ജസ്റ്റ് പുറത്തുനിന്ന് നമ്മൾ വീഡിയോ എടുക്കുകയാണ്. 50 രൂപയാണ് ഇതിൻ്റെ അകത്തോട്ട് കയറാനായിട്ടുള്ള ഒരു പ്രവേശന ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് തേനീച്ചകളും അതുപോലെ തന്നെ തേനീച്ചയുടെ കൃഷിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ക്ലാസ് എടുത്ത് തരും. അടിപൊളിയായിരിക്കും. നമ്മളെന്തായാലും ഇതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല. പുറത്തുനിന്നുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ തന്നെ നമ്മുടെ യാത്ര അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്രയിൽ ഇത്രയാണ് കേട്ടോ വട്ടവടയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ ഇനിയും ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും കാണാനായിട്ട് സാധിച്ചില്ല. കാരണം നമ്മൾ ഓൾറെഡി വൈകിപ്പോയി. അതിൻ്റെ പേരിലാണ്.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ.